ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനും തൻ്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെന്നല്ലേ ആഗ്രഹിക്കുക. എന്നാൽ ലോകത്തിൽ ആദ്യമായി ഒരു പാർട്ടിക്കാരൻ തൻ്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെട്ടു നോക്കിയാലോ. 2 തവണ ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിരിക്കേണ്ട സമയമായി. പ്രതിപക്ഷത്തിരിക്കുന്നത് നല്ലതാണ് പാർട്ടികൾക്കെന്നാണ് എൻ്റെ ഒരു മുമ്പെയുള്ള കാഴ്ചപ്പാട്. കാരണം അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്. ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ്. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വലിയ ഇടത് സഹചാരിയാണ്, വലിയ സാഹിത്യകാരനാണ്, കവിയാണ് എന്നൊക്കെ നമുക്കറിയാം. ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആഗ്രഹം, 2 തവണ ഇടതുപക്ഷ മുന്നണി കേരളം ഭരിച്ചു. അതുകൊണ്ട് ഇനി ആ പാർട്ടി നിലനിൽക്കണമെങ്കിൽ അത് പരാജയപ്പെട്ട് കാണണം, കോൺഗ്രസ്സുകാര് അധികാരത്തിൽ വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പറയുന്ന ഒരു ന്യായമുണ്ടല്ലോ. 2 തവണ അധികാരത്തിലിരുന്നാൽ പിന്നെ ആ കക്ഷി ഭരിക്കാൻ പാടില്ല. അത് ഏത് പാർട്ടിയായാലും അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭരണഘടനയിൽ ഒരു കാര്യം എഴുതി വെച്ചാൽ മതിയല്ലോ. ഏതെങ്കിലും പാർട്ടിക്ക് തുടർച്ചയായി 2 തവണ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3ാമത് തെരഞ്ഞെടുപ്പ് നടക്കണ്ട, പ്രതിപക്ഷത്തിരിക്കുന്ന ആ കക്ഷിയോട് ഭരിക്കാൻ പറയാം. വളരെ ചെലവും കുറഞ്ഞു കിട്ടും. നമുക്ക് ജനാധിപത്യ പ്രക്രിയയുടെ ഒരു സൗന്ദര്യം വളരെ വിചിത്രമായിരിക്കും. അതുവരെ ഭരണപക്ഷത്തിലുള്ളവർ പ്രതിപക്ഷത്ത് പോയിരിക്കുക, എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരികയാണെങ്കിൽ ഭരണകക്ഷിയായിട്ട് വരാം. വളരെ രസകരമായ, എന്ത് മനോഹരമായ ജനാധിപത്യ സങ്കല്പമാണ്. ഈ ബുദ്ധി കൂടിപ്പോയാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ. നിങ്ങൾക്ക് എന്തായി കേൾക്കുമ്പോൾ തോന്നുന്നത്? ചിലപ്പോൾ ഈ അതിബുദ്ധിമാന്മാരാകും, അതാണ് ഈ ബുദ്ധിജീവികളുടെയൊക്കെ ലക്ഷണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണോ അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. എല്ലാവരും എന്താണ് വിചാരിക്കുക? തൻ്റെ പാർട്ടി അല്ലെങ്കിൽ താൻ പിന്തുണയ്ക്കുന്ന ഒരു കക്ഷി അധികാരത്തിൽ വരണം, ആ കക്ഷിയുടെ സ്വപ്ന പദ്ധതികളൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണം, അങ്ങനെ ജനക്ഷേമങ്ങൾ വർദ്ധിക്കണം, അതിന് തുടർച്ചയായി ഭരണം കിട്ടണം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടില്ലേ? എവിടെയും വികസനം വരണമെങ്കിൽ അതിനൊരു തുടർച്ച വേണം. ഒരു ഇടർച്ചയില്ലാത്ത തുടർച്ചയുണ്ടായാൽ മാത്രമേ അവിടെ വികസനം ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നില്ല എന്നല്ല. പ്രതിപക്ഷത്തിനെയും കൂടെ കേട്ട് ഭരിക്കുന്നതാണ് നല്ലൊരു ഭരണപക്ഷത്തിൻ്റെ നല്ലൊരടയാളം. അത് ഈ ബുദ്ധിജീവി സാറിന് മനസ്സിലാകാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് അത്രയും ജനാധിപത്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തിന് വേണ്ടി ഇനി മത്സരിക്കേണ്ടി വരും, പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി മത്സരിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയാകാനല്ല കേട്ടോ, ഭരണം കിട്ടാനല്ല. ഇനി ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കേണ്ടത് ഈ പ്രതിപക്ഷ സ്ഥാനം പൊട്ടിച്ചെടുക്കാനായിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു വലിയ നമസ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ നമ്മുടെ വി.ഡി. സതീശൻ സാർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറയുകയുണ്ടായി. ഈ കമ്മ്യൂണിസ്റ്റുകാരെ, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ഒന്ന് ചിരിക്കണം. അങ്ങനെ ഈ സാറിനെ കണ്ടപ്പോഴും സതീശൻ സാർ വല്ലാത്തൊരു ചിരിച്ചു കാണണം. ആ ചിരിയാണ് ഇപ്പം ഈ ഒരു വർത്തമാനത്തിലെത്തി നിൽക്കുന്നത് എന്നാണ് ഇത് കേട്ടപ്പോൾ മനസ്സിലാവുന്നത്. ഇനി മറ്റ് 2 മഹാന്മാരും കൂടി ഉണ്ട് കേട്ടോ. അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നില്ല, ആദ്മി പാർട്ടിയിലേക്ക് പോയവരാണ്, അവർ വലിയ ബുദ്ധിജീവികളാണ്. അവർക്കും കൂടെ ഈ ഭരണം ഒന്ന് മാറിക്കിട്ടിയാൽ കൊള്ളാമെന്നും അതെങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഒന്ന് ഏൽപ്പിച്ചിട്ട് വേണം സായുജ്യമടയാനെന്നും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരും ഈ പ്രതിപക്ഷ ബഹുമാനമാണ് അത്ര. അവർക്ക് ഈ പ്രതിപക്ഷത്ത് വരണം. ഈ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിപക്ഷത്തിരുന്നാൽ ഒരാത്മസംതൃപ്തി കിട്ടുന്ന മറ്റ് 2 ബുദ്ധിജീവികളെയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അവർക്ക് മറ്റൊരാവശ്യമില്ല. ഇപ്പോഴത്തെ ഭരണത്തെപ്പറ്റി അവർക്കൊന്നും വലിയ വേവലാതിയില്ല. ഈ കമ്മ്യൂണിസം നശിച്ചു പോകരുത്, കമ്മ്യൂണിസ്റ്റുകാർ മോശമായി പോകരുത്, അതുകൊണ്ട് കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇവർ പ്രതിപക്ഷത്തിരിക്കണം എന്ന് മാത്രമല്ല, കോൺഗ്രസ് നശിക്കാതിരിക്കണമെങ്കിൽ അവർ ഭരണപക്ഷത്തും വരണത്രേ. അങ്ങനെയാണെങ്കിൽ, കാരണം അഥവാ ഇനി കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നാൽ അതോടുകൂടെ കോൺഗ്രസിൻ്റെ കഥ കഴിയുമെന്നാണ് ഒരാളുടെ വേവലാതി. എന്തായാലും അത് 2ഉം കൂടെ കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ ഈ രാഷ്ട്രീയ തമാശ ഇവിടെ നിർത്താം. ഇനിയും തമാശകൾ വന്നുകൊണ്ടേയിരിക്കും. അതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തുടർച്ചയായിട്ട് ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരാകും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാ ഭരണവർഗങ്ങൾക്കും ആവശ്യം വർഗീയ ശക്തികളെയാണ്, മതശക്തികളെയാണ്. അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ ഈ ഭരണവർഗങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും ഒരു ഭരണമാറ്റം ആവശ്യമാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഈ ഭരണം മാറണമെന്ന വലിയൊരു ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. CPM വീണ്ടും അധികാരത്തിൽ വന്നാൽ CPM നശിക്കും. ഇപ്പോ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് നശിക്കും. ബല്ലേ ബഷ്, എന്തൊരു നിഷ്പക്ഷത! ഈ കോൺഗ്രസും CPM-ഉം നശിക്കാതിരിക്കാനുള്ള ഒരു വമ്പൻ ഫോർമുല, ഒരു ഉഗ്രൻ ഫോർമുലയാണ് നമ്മുടെ കാരാശ്ശേരി മാഷ് പറഞ്ഞു വെച്ചത്. ബിഗ് സല്യൂട്ട് സർ.